മൂന്ന് ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാൻ പോകുന്ന ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഈ മൂന്ന് കാര്യങ്ങളിലും ഡോട്ടുകൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലെന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ പറയാം. ഒന്നാമത്തത്, ഇൻസ്റ്റാഗ്രാം അവരുടെ പ്രൈവറ്റ് ചാറ്റിംഗിലെ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ അവസാനിപ്പിച്ചിരിക്കുന്നു. ഇൻസ്റ്റാഗ്രാമിൽ ഇനി മുതൽ നമ്മൾ അയക്കുന്ന സീക്രട്ട് മെസ്സേജുകൾ ഓർ പ്രൈവറ്റ് മെസ്സേജുകൾ ഇനി മുതൽ പ്രൈവറ്റ് അല്ല. പോയിന്റ് നമ്പർ 2, മെറ്റയുടെ റേബാൻ ഗ്ലാസുകൾ, അതായത് സ്മാർട്ട് ഗ്ലാസുകൾ റെക്കോർഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കെനിയയിലെ ഒരു പ്രൈവറ്റ് ഫേമിലെ വർക്കേഴ്സ് മാനുവലായി വീഡിയോകളെ കണ്ടുകൊണ്ട് ഈ വീഡിയോ ഡേറ്റകൾ ലേബൽ ചെയ്യുന്നു. ഈ വീഡിയോകൾ നിങ്ങളുടെ പ്രൈവറ്റ് മൊമെന്റുകളായിരിക്കാം, നിങ്ങളുടെ ATM കാർഡുകൾ, നിങ്ങളുടെ ബാങ്കിങ് നമ്പേഴ്സ്, ബാങ്കിങ് ഡീറ്റെയിൽസ്, എന്തിന് കുളിമുറികളിൽ ഉള്ള വീഡിയോകൾ വരെ ഇതിനകത്തിരുന്ന് മാനുവൽ, അതായത് ഓരോ മനുഷ്യന്മാരെ നോക്കിയിരുന്ന് മാനുവലായിട്ട് ഡേറ്റ ലേബൽ ചെയ്യുന്നു എന്നുള്ളത്. പോയിന്റ് നമ്പർ 3, LLM സീലിംഗ്. അതായത് ഇതുവരെ എഴുതപ്പെട്ട ക്വാളിറ്റിയുള്ള എല്ലാ ബുക്കുകളും, ബ്ലോഗുകളും, റിസർച്ച് പേപ്പറുകളും AI ഓൾറെഡി വായിച്ച് പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനിയും AIകളെ കൂടുതൽ സ്മാർട്ടാക്കാൻ അതിന് കൊടുക്കാൻ യാതൊരു ഡേറ്റ നമ്മുടെ കയ്യില്ല. സോ ഇതാണ് 3 കാര്യങ്ങൾ. ഇതിൽ നിന്നും ഡോട്ടുകൾ കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ യു ആർ ലെജൻഡ്. അല്ല എന്ന് തന്നെ പറയാം. ഓൾറെഡി ഡേറ്റ ഒക്കെ കഴിഞ്ഞു. സോ ഇനി കൂടുതൽ ഡേറ്റ വേണം AIക്ക് ട്രെയിൻ ചെയ്യാൻ വേണ്ടി. സോ ഇൻസ്റ്റാഗ്രാം എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ക്യാൻസൽ ചെയ്യുന്നു. ഈ ഡേറ്റ വെച്ച് ഇനി AI ട്രെയിൻ ചെയ്യാം. അതേപോലെ തന്നെ മെറ്റയുടെ റേബാൻ ഗ്ലാസുകളിലൂടെ കിട്ടുന്ന ഡേറ്റ അതും കൂടി AIക്ക് ട്രെയിൻ ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. ഇനി ഈ AIകൾക്ക് ആവശ്യം മനുഷ്യരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള മൊമെന്റുകളാണ്, മനുഷ്യരുടെ ബയോ ഡേറ്റകളാണ്. അതിനു വേണ്ടിയിട്ടാണ് മെറ്റയുടെ റേബാൻ ഗ്ലാസുകളും ആപ്പിളിന്റെ സ്മാർട്ട് വാച്ചുകളും. നമ്മുടെ പ്രൈവറ്റ് മൊമെന്റ്സുകളും, നമ്മുടെ ഇമോഷൻസ്, നമ്മൾ എങ്ങനെ ഒരു സിറ്റുവേഷൻ പ്രതികരിക്കുന്നു, നമ്മുടെ ബോഡിയിലെ ചെറിയ ചെറിയ വ്യതിയാനങ്ങൾ, ഇതൊക്കെ ഒപ്പിയെടുത്തുകൊണ്ട് AIയെ ട്രെയിൻ ചെയ്യാനാണ് ഇനി പോകുന്നത്.